സഹോദരി സാറുമാരെ, എനിക്ക് ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ ഈ അവാർഡ് നമ്മുടെ വർഷം 16 സിനിമകളെടുക്കുന്ന 16ഓളം സിനിമ സംവിധാനം ചെയ്യുന്ന ചന്ദ്രശേഖരിൽ നിന്ന് കിട്ടിയത് ഒരുപാട് നന്ദി. അതുപോലെ ഒരുപാട് സന്തോഷമായി. അദ്ദേഹം നമ്മുടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നമ്മുടെ കേരളത്തിനോടുള്ള ഛായ അതാണ് ഇവിടെ എത്തിയതും നമുക്കൊക്കെ ഈ അവാർഡ് തരാൻ ദൈവം കൽപ്പിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ 250 മേലെ അടുത്ത കാലത്തായിട്ട് ഞാൻ അവാർഡ് വാങ്ങിച്ച ഒരു വ്യക്തിയാണ്. അത് ഞാൻ ഇത് ആക്ടിങ് കൂടെയല്ല, അത് കൂടുതൽ വാങ്ങിയത് കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടാണ്. ഇപ്പോൾ 5 ദിവസം മുമ്പേ കഴിഞ്ഞ 12-ാം തീയതി ഡൽഹിയിൽ നിന്ന് ഡോക്ടർ അംബേദ്കറിൻ്റെ അവാർഡ്, നാഷണൽ അവാർഡ് വാങ്ങിച്ച് വന്ന വ്യക്തിയാണ് ഞാൻ. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ അവാർഡ് കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുപോലെ കുറേ നാഷണൽ അവാർഡ് വാങ്ങി. ശ്രീലങ്കയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു, ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചിരുന്നു, ഡൽഹിയിൽ കുറേ മുമ്പേ വാങ്ങിച്ചിരുന്നു. പിന്നെ പല തിരുവനന്തപുരത്ത് നിന്ന് ഇത് എൻ്റെ കൂടെ പരിപാടിയിൽ പങ്കെടുത്ത കുറേ ആൾക്കാർ ഇതിലുണ്ട്. അങ്ങനെ പല അവാർഡ് വാങ്ങിച്ചു. വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് കിട്ടിയതിൽ കൂടുതൽ സന്തോഷമായി. കാരണം അഭിനയിച്ചിട്ട് കിട്ടുന്നതല്ലേ. കാരണം ഞാൻ ചെറുപ്പം മുതൽ പഠിക്കുമ്പോൾ എൻ്റെ താല്പര്യമാണ് അഭിനയം. അതിപ്പോൾ 64 വയസ്സ് കഴിഞ്ഞ് എനിക്ക്, എന്നിട്ടും ഞാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ജീവിതം തന്നെ നല്ലൊരു അഭിനയം. പക്ഷേ ഞാൻ എല്ലായിടത്തും പോയൊരു തമാശക്കൊരു കാര്യം ചോദിക്കണം. നമ്മളെ വീടുകളിൽ വളർത്തുന്ന പട്ടി, കാരണം ഏത് ഭാഷയിലാണ് സംസാരിക്കാൻ ആർക്കെങ്കിലും അറിയോ? നല്ല പട്ടികളുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് കടിക്കുന്ന പട്ടി, വീടുകളിൽ വളർത്തുന്ന പട്ടി ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ആർക്കെങ്കിലും അറിയോ? ഇല്ല, അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പട്ടി ആദ്യം നമ്മളോട് ചോദിക്കുന്നത് വു, നിങ്ങൾ ആരാന്ന്? WHO വു, ആരാന്ന് ചോദിക്കുന്നത്. പിന്നെ പട്ടി ചോദിക്കുന്നത് വൈ, നിങ്ങൾ എന്തിനു വന്നു? WHY, വൈ, എന്തിനു വന്നു? പിന്നെ പട്ടി അത് ഉത്തരം കൊടുക്കുക. പട്ടി ചോദിക്കുന്നത് വാട്ട്, എന്ത് വേണമെന്നാണ്. അതും നിങ്ങൾ ഉത്തരം പറയുന്നത് പട്ടി പോകാനാ പറയുന്നത്. ഫസ്റ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് പട്ടി ചോദിക്കുന്നത് പിന്നെ പട്ടി വയ്ക്കുന്നത് വൈ, എന്തിനു വന്നതാണ്? എന്തിനു വന്ന വയ്ക്കും. പിന്നെ പട്ടി അതും ഉത്തരം കൊടുക്കും. പട്ടി എന്ത് വേണം വയ്ക്കുന്നത്. അതും ഉത്തരം പോകാനാണ്. ഞാൻ കുറേ ഹിന്ദി, പൂച്ച മലയാളം സംസാരിക്കുന്നുണ്ട്, ആട് ഹിന്ദി പറയുന്നുണ്ട്. കൂടുതലൊന്നും എടുക്കുന്നില്ല. കുറേ പരിപാടികൾ ഇടുന്നുണ്ട്. എനിക്കും പോകാനുണ്ട്. ഇവിടെ കോഴിക്കോട് ഞാൻ കണ്ണൂർക്കാരനാണ്, കണ്ണൂർ സിറ്റിക്കാരനാണ്. ഡോക്ടർ സി അബ്ദുൽ സലാം. ഞാൻ 4 കൊല്ലം മുമ്പേ കാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് വാങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ്. അതാണ് ഡോക്ടർ സി അബ്ദുൽ സലാമായി മാറിയത്. ഓക്കെ, എല്ലാവർക്കും നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ വല്ലാതെ അനുഗ്രഹിക്കും. നമ്മൾ വീട്ടിന് മുന്നിൽ നമ്മുടെ ഇസ്ലാമിൽ പ്രവാചകൻ പറയുന്നത്, നിൻ്റെ അയൽവാസി വയറ് നിറയെ പട്ടിണി എടുക്കുകയാണ്, നീ വയറ് നിറയെ തിന്ന് നടക്കുന്നത് ശരിയില്ലാന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യും. ഞാൻ ശരിക്കും എല്ലാ നല്ല നല്ല ദിവസങ്ങളിൽ പെരുന്നാൾ, വിഷു, ഓണം നിന്നില്ല നമ്മളെ നാട്ടിൽ കണ്ണൂർ തെരുവീതികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാറുള്ളൂ. കാരണം നമ്മൾ ചെയ്യേണ്ടതാണ്, പാവങ്ങളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം. അവരെന്തെങ്കിലും കൊടുക്കുക. നമ്മൾ നല്ലോണം ഭക്ഷണം കഴിക്കുക, നമുക്ക് വീടുണ്ട്, സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ മുമ്പിലുള്ള ഒരു വിഷമിക്കുന്ന ഒരാൾക്ക് ഒരു നേരങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കുറച്ച് മാറ്റി വെച്ച്, ഒരു മക്കൾക്ക് കൊടുക്കുന്നവരെ കണക്കൂട്ടി മാറ്റി വെച്ച് കൊടുത്താൽ എത്രയോ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാക്കും, ഐശ്വര്യം വരും. എല്ലാവരും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സലാംക്കാം. താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ അവാർഡ്